ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിത് അവിടെ സുഖമായിട്ടിരിക്കുക. രാവിലെ തന്നെ പതിവുകളൊന്നും തെറ്റിക്കാതെ അടുക്കളയിൽ കയറി കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ അടുപ്പിൽ വെച്ച് നല്ലപോലെ തീയിട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വിചാരിച്ചൊരു കൊച്ചു കട്ടനം ഇട്ട് കുടിക്കാമെന്ന്. കാരണം ഞാൻ രാവിലെ ഇതുപോലെ 5 മണിക്ക് ജോലിക്ക് തൊഴിലുറപ്പിനൊക്കെ പോകുന്ന ദിവസങ്ങളിലൊക്കെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാനൊരു കൊച്ചു കട്ടനിട്ട് കുടിക്കും കേട്ടോ. അതങ്ങനെ തന്നെയാണ്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ കട്ടനിട്ട് കുടിക്കത്തില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ ഇടും. 6 മണിയൊക്കെ കഴിഞ്ഞല്ലേ ഉറക്കം എഴുന്നേൽക്കണം. അപ്പോൾ പിന്നെ കട്ടൻ്റെ ആവശ്യമില്ല. അന്നേരം ചേട്ടനും ഉറക്കം എഴുന്നേൽക്കും. ചായ ഇട്ടാൽ മതിയല്ലോ എനിക്ക്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. 2 ട്രിപ്പ് ഞാൻ ഇടാറില്ല. കട്ടനും ചായ ഇടാറില്ല, ചായ മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള തൊഴിലുറപ്പിന് പോകുന്ന ദിവസങ്ങളിലെല്ലാം ഞാനൊരു കൊച്ചു കട്ടനം ഇട്ട് കുടിക്കും. എനിക്കത് കുടിച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താ പറയുന്നത്, നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും. എനിക്ക് ജോലി ചെയ്യാനൊക്കെ ഒരു ഉത്സാഹം. അത് ഞാൻ ചെയ്യും. പക്ഷെ അതിന് മുൻപ് ഞാനൊരു ഗുളിക കഴിക്കും. അത് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ തന്നെ പല്ല് തേച്ച് കഴിഞ്ഞാൽ ഞാൻ ഗുളിക കഴിക്കത്തുള്ളൂ. എനിക്കല്ലാതെ പറ്റത്തില്ലേ. ഞാൻ തൈറോയിഡിൻ്റെ ഗുളിക കഴിക്കും. അത് കഴിഞ്ഞ് മാത്രമേ എനിക്ക് വേറെ എന്തും കുടിക്കാനായാലും കഴിക്കാനായാലും പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞതിന് ശേഷമാണ്. അതൊന്നും ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ, ഞാൻ ഗുളിക കഴിക്കുന്നതിന്. അപ്പോൾ വിചാരിച്ചിട്ട് കട്ടൻ കുടിച്ചുകൊണ്ട് തന്നെ അങ്ങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്നലെയൊക്കെ ഇവിടെ ഇന്നലെ അല്ല, ഒരു 2 ദിവസം കൊണ്ട് നല്ല മഴ. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ മഴയുണ്ടോ? കമൻസിൽ പറയണം കേട്ടോ. മഴയുണ്ടോ ഇല്ലെന്നുള്ളതൊക്കെ കമൻറ്റ് ഇടണേ. എന്തായാലും ഞങ്ങളിവിടെ എന്തായാലും നല്ല മഴയായിരുന്നു. അപ്പോൾ മഴ കാരണം എനിക്ക് മുറ്റമൊന്നും അടിച്ച് വരാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ഒന്ന് കട്ടനും കുടിച്ചുകൊണ്ട് നമ്മൾ മുറ്റമൊന്നും അടിച്ച് വാരിന് ശേഷം ബാക്കി അടുക്കള പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാര്യം ഒരുപാടൊന്നും ചവറൊന്നുമില്ല ഞങ്ങൾ മുറ്റത്ത്. കാര്യം മുമ്പെന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലായിരുന്നേ. റബ്ബർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മുറ്റം അതുപോലെ തോനെ ഉണ്ടായിരുന്നു മുറ്റം. അങ്ങനെ തൂത്തും എടുത്തുമൊക്കെ നമ്മളങ്ങ് പാടുപെടും, ഒരുപാട് ഇതാവും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പം അങ്ങനെ ഇല്ല. അപ്പോൾ നമുക്ക് 2 ദിവസം കൂടിയിട്ട് തൂത്താൽ മതി. അപ്പോൾ ഞാൻ കട്ടൻ കുടിച്ചതിന് ശേഷം വെള്ളം തിളച്ചിട്ട് അപ്പോൾ ഞാൻ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം മാറ്റുകയാണെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ മാറ്റി അടച്ചങ്ങ് മാറ്റി വയ്ക്കേ. അതിനുശേഷം കഞ്ഞിക്ക് വെള്ളം അരി കഴുകി അതിൽ നിറച്ച് വെള്ളം ഒഴിച്ച് തീയിട്ട് ഞാൻ അടച്ചിട്ട് വേവിച്ചതിന് ശേഷമാണ് മുറ്റം തൂക്കാറുള്ളത്. അപ്പോൾ അത് അവിടെ നിന്ന് തിളയ്ക്കുമ്പോൾ കൂടെ നമ്മൾ തീ നീക്കി കൊടുത്താൽ മതിയല്ലോ. നമ്മൾ കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും വന്നാൽ നോക്കിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇതിൽ ഞാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഞാൻ വേവിക്കും കേട്ടോ. എന്നിട്ട് മുറ്റം തൂക്കാറുണ്ട്. ഒരു 6 മണി കഴിയും കേട്ടോ ഞാൻ മുറ്റം തൂക്കുന്ന സമയത്തൊക്കെ. ഇപ്പോൾ തൂത്തില്ലെങ്കിൽ പിന്നെ എനിക്ക് കറിയൊക്കെ വയ്ക്കാനുള്ളതല്ല. അന്നേരം പിന്നെ അതിലോട്ടൊന്ന് നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൂക്കാൻ പറ്റത്തില്ല, പിന്നെ സമയം കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോൾ തന്നെ അങ്ങ് തൂത്തേത്. അപ്പോൾ തൂക്കാൻ ഞാനിപ്പോൾ ആ തൂത്തുകൊണ്ടിരിക്കുന്ന ഭാഗത്തൊക്കെ മുമ്പ് എനിക്ക് ഇഷ്ടംപോലെ ചെടികളുണ്ടായിരുന്നേ. ഇപ്പം ഞാനങ്ങനെ ചെടികളൊന്നും നടത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ മരങ്ങളൊക്കെ മുറിച്ച സമയത്തിന് 2 നേരം 2 നേരം വെള്ളം ഒഴിക്കണം കേട്ടോ. കാര്യം നല്ല വെയിലാണ്. രാവിലെ ഉദിക്കുന്ന വെയിൽ വൈകുന്നേരം വരെ ആ ഭാഗത്തു നിന്ന് എങ്ങോട്ടും മാറത്തില്ല. അപ്പോൾ ഇവിടെ ഇരുന്ന ചെടികളൊക്കെ ഞാൻ വേറെ സ്ഥലത്താണ് കൊണ്ടുവച്ചത്. വെച്ച സമയത്തിന് അവിടെയൊക്കെ നല്ല എന്താ പറയുന്നത്, നല്ല വെയിൽ കാരണം എനിക്ക് വെള്ളം ഒഴിക്കാൻ 2 നേരം ഒന്നും കോരിക്കൊണ്ടൊന്നും തൂക്കിക്കൊണ്ട് പോകാനുള്ളൊരു ആരോഗ്യമൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും വേണ്ട, എന്തെങ്കിലും മോട്ടറൊക്കെ വെച്ച് പൈപ്പൊക്കെ വെച്ചതിന് ശേഷം നമുക്ക് ചെടിയൊക്കെ നടാമെന്ന് വിചാരിച്ചു. അതുവരെ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി നടുന്ന കാര്യം. ഞാൻ എവിടെ പോയിട്ട് വന്നാലും എന്തെങ്കിലും ഒരു ചെടി എൻ്റെ കയ്യിൽ കാണും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി നടുന്നത്. ഇപ്പോൾ എനിക്കത് പറ്റുന്നില്ല, ഭയങ്കര വിഷമമുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചു ഇപ്പോൾ വേണ്ട, പിന്നീട് ആവട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ കോവയ്ക്ക് ഒഴുക്കുരട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് തൂത്തെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കോവയ്ക്ക് ഒഴുക്കുരട്ടി വയ്ക്കാൻ വേണ്ടി അടുക്കള കയറിയേ. അന്നേരം ഞാൻ കോവയ്ക്ക് മെഴുക്കുരട്ടി വയ്ക്കാൻ വേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചട്ടി ചൂടായപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണയിലേക്ക് കനം കുറച്ച് നീളത്തിനരിഞ്ഞ കോവയ്ക്ക് സവാളയും കൂടെ അരിഞ്ഞതും കൂടെ ചേർത്ത് ഉപ്പുമിട്ട് ഇളക്കി ഞാൻ അടച്ചു വെച്ച് ആവി കയറ്റി ഒന്ന് വേവിക്കും. ആവി കയറ്റി വേവിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പിന്നെ അടപ്പ് തുറന്ന് വെച്ച് വേവിക്കത്തുള്ളൂ. അപ്പം ഈ കോവയ്ക്ക് വേവുണ്ടല്ലോ, അത് നമ്മൾ ആവി കയറ്റിക്കും. പക്ഷേ വെണ്ടയ്ക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിക്കത്തില്ല. കാര്യം അത് കുഴഞ്ഞു പോകും. പക്ഷേ കോവയ്ക്കൊക്കെ അങ്ങനെയല്ല. അപ്പം ഞാൻ കൂടെ വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. കാരണം അടിയിൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കൂടെ വന്ന് പിന്നെ വെക്കും. പക്ഷെ എനിക്ക് ചട്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടാൽ ഈ ചട്ടി നല്ലതാണ്. കാര്യം നല്ല പെട്ടെന്നൊന്നും അടുക്കി പിടിക്കത്തില്ല. എന്തോന്നും അറിയത്തില്ല, നല്ലൊരു ചട്ടി എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ ആ കൊടുത്ത് തന്നെ ഞാൻ ചായയും കൂടെ വെച്ചു. കാര്യം ചേട്ടൻ പിന്നെ ഉറക്കം എഴുന്നേറ്റ് വന്നു. അപ്പോൾ ചായയും കൂടെ ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി എനിക്ക് കിഴങ്ങേറി വെക്കുന്ന വീഡിയോ, തേങ്ങാപ്പാലൊഴിച്ച് കിഴങ്ങേറി വെച്ചായിരുന്നു കേട്ടോ ഞാൻ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. കാര്യം ഞാൻ ഈ ചായ ഇട്ടുമ്പോൾ നിങ്ങൾ ഊഹിച്ചോണം, പിന്നെയുള്ളതൊന്നും എനിക്ക് അധികം പിടിക്കാൻ ഒക്കത്തില്ല. കാര്യം ചേട്ടൻ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞാൽ നേരെ പിന്നെ ഫോൺ എടുത്ത് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ പുള്ളിക്കാരൻ ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴാണ് ഞാൻ പിന്നെയുള്ളതൊക്കെ പിടിക്കുന്നത്. അപ്പം നമുക്കൊരു ഫോണല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കണ്ടോട്ടെ, ബാക്കിയൊക്കെ നമുക്ക് ഉൾപ്പെടുത്തിയൊരു വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ബാക്കിയൊക്കെ എടുക്കണം. അതൊക്കെ എൻ്റെ കൂട്ടുകാരൊന്ന് മനസ്സിലാക്കണേ. അതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല കേട്ടോ. അപ്പോൾ ഒരു ഫോണും കൂടെ ആവട്ടെ. ആകുമ്പോഴത്തേക്ക്
ഞാൻ ഇതുപോലെ കറികളൊക്കെ വെക്കുന്ന എല്ലാ വീഡിയോസും ഞാനിടാമേ. അന്നേരം ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഇത് അടച്ച് വെക്കത്തില്ല. ഇനി ഇത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് അല്ലാതെ കുഴഞ്ഞു പോകും. നമുക്കിത് കുഴഞ്ഞല്ലോ ഫ്രൈ ആയല്ലേ കിട്ടേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം ഞാൻ കിഴങ്ങ് കറിയും വെച്ച് പിന്നെ കോവയ്ക്ക് മെഴുക്കുവരട്ടിയും വെച്ച് തൊഴിലുറപ്പിന് റെഡി ആയതേ പോകട്ടെ. ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള 2 ചേച്ചിമാരാണ് എൻ്റെ കൂടെയുള്ളത്. ഞങ്ങൾ 3 പേരും കൂടെ ആയിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പോയിരുന്നു. അപ്പോഴേ അപ്പം അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കാൻ കേട്ടോ എല്ലാവരും. ഈ ഫോട്ടോ എടുക്കുന്ന ഒരു സ്ഥലം, ജോലി ചെയ്യുന്ന വേറെ സ്ഥലം. അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കഷ്ടത. പോവുകയാണേ ഇങ്ങനെ നടന്ന് കുറച്ച് ദൂരം പോകണം ജോലി സൈറ്റിലേക്ക്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റ്സും ഇടാൻ മറക്കല്ലേ. ബൈ.